ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സോസ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. ടാമറിൻ സോസില്ലേ, പുളി കൊണ്ടുണ്ടാക്കുന്ന സോസ്. അത് തന്നെ ബേൽപൂരിക്കകത്തൊക്കെ ഒഴിക്കും. വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് സാലഡ് ഉണ്ടാക്കും. ടാമറിൻ സോസ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഒഴിച്ച്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇത് വെജിറ്റബിളൊക്കെ ഇട്ടുണ്ടാക്കുന്നൊരു സാലഡിൻ്റെ വീഡിയോ പിന്നെ ഞാൻ ഇടാം. അപ്പോൾ അതിന് മുമ്പ് ഞാനിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് പുളി വേണം. നല്ല പൊടികളെന്ന് വെച്ചാൽ സ്പൂൺ വെച്ചിട്ടാണ് എല്ലാ പൊടിയും എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ ചാറ്റ് മസാല ഉണ്ട്, ദെൻ cumin പൗഡർ ഉണ്ട്, ജീരകം ഉണ്ട്, പിന്നെ ചില്ലി പൗഡർ, എല്ലാം 1/4 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ജിഞ്ചർ പൗഡർ, അത് ഒരു നുള്ളിട്ടാൽ മതി. ഇത് കുറച്ചേ ഉള്ളൂ, നുള്ളിട്ടാൽ മതി. പിന്നെ കുറച്ച് ഷുഗർ വേണം, അത് 1 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഷുഗറിന് പകരം ശർക്കര യൂസ് ചെയ്യാം, ജാഗരി യൂസ് ചെയ്യാം. 1 ടീസ്പൂൺ ജാഗരി എടുത്താലും മതി. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ സോസ് ഉണ്ടാക്കുമ്പം യൂസ് ചെയ്താൽ. ആവശ്യത്തിന് സാൾട്ട് നിങ്ങൾക്ക് അതിഷ്ടമുള്ള പോലെ ആഡ് ചെയ്യണം. അതിൽ ഷുഗർ ആണെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഈ ചില്ലി പൗഡർ അങ്ങനെ എന്തെങ്കിലും ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ആഡ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഇത്രയും സാധനങ്ങളാണ് ഇത് ടാമറിൻ സോസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ. ഇത് ഉണ്ടാക്കാം. ഇനി ഒരു പാത്രം വെച്ചിട്ട് ഈ പുളിയും അതിനകത്ത് ഈ വെള്ളവും ഞാൻ അത് ആ പുളിയെല്ലാം നന്നായിട്ട് ഉടച്ചിട്ട് വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്കിതിനൊന്ന് കുറച്ചൊരു 5 മിനിറ്റ്സ് ബോയിൽ ചെയ്യാൻ വെക്കാം. ഇതിപ്പം ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. അതിങ്ങനെ തിളയ്ക്കുന്നുണ്ട്. ഒഴിച്ചിട്ട് കൂടുതൽ തിക്കായിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ തിക്കായിട്ടായിരിക്കുന്നതിന് കുറച്ചുകൂടി വെള്ളം ഒഴിക്കും. 5 മിനിറ്റ്സ് മതി ഇത് ശരിക്കും ബോയിൽ ചെയ്യാൻ എടുക്കേണ്ടത്. ഞാനിത് കുറച്ചുകൂടി വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് തിക്കായിട്ട് ഇരിക്കുന്നത്. ഇതിപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിനി ഇത് ഓഫ് ചെയ്തിട്ട് ആറാൻ വെക്കാം. ആറിയിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. ഇപ്പം നിങ്ങൾ പുളിയുടെ പേസ്റ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് ചൂടാക്കാൻ വെക്കുക. ഇതുപോലെ ചൂടാക്കി വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വെക്കുക. എന്നിട്ട് നമുക്ക് ആ പൊടിയൊക്കെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണെങ്കിൽ എനിക്ക് അരിക്കണം, അതുകൊണ്ട് കുറച്ച് നേരം വെച്ചിട്ട് അരിച്ചിട്ട് നമുക്ക് പൊടിയൊക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇനി ഒരു പാത്രത്തിലോട്ട് അരിച്ചെടുക്കാൻ പോവാം. ഇതിപ്പോൾ അത് ഞാൻ അരിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ 1-2 ടിപ്സ് പറഞ്ഞുതരാം. ഇപ്പം നമ്മളെടുക്കുന്ന പുളി കൂടുതൽ തിക്കായിട്ട് വെള്ളം ഒഴിച്ച് ഇങ്ങനെ 5 മിനിറ്റ് ബോയിൽ ചെയ്യത്തില്ല. അപ്പോഴ് തിക്കായിട്ടിരിക്കാൻ നിങ്ങൾക്ക് കൂടുതൽ വെള്ളം ആഡ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. നമ്മളത് ഉണ്ടാക്കുമ്പം ഒത്തിരി തിക്കായിട്ടിരിക്കണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ തണുക്കാൻ വെക്കില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിലപ്പോൾ അരിച്ചെടുക്കാൻ പാടായിട്ട് വരും. അതുകൊണ്ട് ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് വെച്ചിട്ട് വേഗത്തിൽ അരിച്ചെടുക്കാൻ നോക്കാം. ഇത് ഞാൻ 50 ഗ്രാം പുളിയായിരുന്നു എടുത്തിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഉണ്ടാക്കുമ്പം കൂടുതൽ തിക്കായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്യാമെങ്കിലും അങ്ങനെ നോക്കണം. നിങ്ങൾ പേസ്റ്റും കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ചൂടാക്കാൻ വെക്കുക. എന്നിട്ട് എടുത്തിട്ട് പിന്നെ നമ്മൾ ഈ പൊടിയെല്ലാം അതിനകത്തോട്ട് ആഡ് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ഒരു 3 മിനിറ്റ് ഈ പൊടിയെല്ലാം കൂടി. ഈ പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൂടുതൽ ചാട്ട് മസാലയുടെ മണം വേണമെങ്കിൽ അങ്ങനെ ഇടാം. cumin പൗഡർ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. ജിഞ്ചർ പൗഡർ ഒത്തിരി ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ചില്ലി പൗഡർ, എരിവ്, അതുപോലെ സാൾട്ടും ഷുഗറും ഒക്കെ നിങ്ങൾക്ക് അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ആഡ് ചെയ്ത് വെച്ചിട്ട് ഈ അരിച്ച് വെച്ചേക്കണ ഒഴിച്ച് നമുക്ക് ചൂടാക്കാം. പാത്രം വെച്ചിട്ടുണ്ട്. ഞാനിനി ഇത് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാൻ പോവാം. ഒരു പാത്രം വെച്ച് ഞാൻ ആ പുളി അരിച്ച് വെച്ചില്ല, അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്തു. ഇപ്പം ഞാൻ ആ പൊടി എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയെല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഷുഗർ ഇട്ട് പിന്നെ കുറച്ച് സാൾട്ട് ഇട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനെല്ലാം പൊടിയെല്ലാം ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടെല്ലാം ഓക്കെ ആയിട്ട് തോന്നും. നിങ്ങൾക്കിപ്പം കൂടുതൽ പൊടി ആവശ്യമുണ്ടെങ്കിൽ, എരിവ് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി പൗഡർ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ചാട്ട് മസാലയുടെ പൊടി കൂടുതൽ ടേസ്റ്റ് വരണമെങ്കിൽ അങ്ങനെ cumin പൗഡർ എന്ത് വേണമെങ്കിലും അവരവരുടെ ഇഷ്ടം പോലെ
നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് കൂടുതൽ തിക്കായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എല്ലാം കൂടി ഒരു 3 മിനിറ്റ്സ് ഒന്ന് ഇട്ട് ചൂടാക്കി എടുത്താൽ മതി. ഇത് ഞാനിപ്പോൾ ഒരു 50 ഗ്രാം പുളിയായിരുന്നു എടുത്തിരുന്നത്. പുളിയ എടുത്ത് നമ്മൾ തിളപ്പിച്ചിട്ട് അരിച്ചെടുത്ത് പിന്നെ അരിച്ചതിന് ശേഷം പിന്നെ ഇത് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് പൊടിയെല്ലാം കൂടി ഇട്ടിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്യാം, സാൾട്ട് വേണമെങ്കിൽ ഇഷ്ടമുള്ള പോലെ, ചില്ലി പൗഡർ എല്ലാം കൂടുതൽ വേണമെങ്കിൽ ഇഷ്ടമുള്ള പോലെ. ഇതിപ്പോൾ ഞാൻ ആഡ് ചെയ്തപ്പോൾ എനിക്ക് എന്നെ കൂടുതൽ ആഡ് ചെയ്യണം തോന്നുന്നില്ല. സോ ടാമറിൻ സോസ് ഈസ് റെഡി. ഒരു അടിപൊളിയായിട്ടുള്ള ടാമറിൻ സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും ഇപ്പം നവരാത്രി പൂജയൊക്കെ തുടങ്ങി വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് സാലഡൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് ഇതൊക്കെ ഒഴിച്ചിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനൊരു കടല വെച്ചിട്ട് പൊട്ടറ്റോ ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്ന സാലഡിൻ്റെ വീഡിയോ പിന്നീട് അതിനകത്ത് ഇതൊക്കെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് നേരത്തെ ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇതിപ്പം ഞാൻ 50 ഗ്രാം പുളിയായിരുന്നു എടുത്തിരുന്നത്. നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ ഈ പുളിയുടെ പേസ്റ്റ് എടുത്താലും മതി. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല, ആദ്യം ബോയിൽ ചെയ്യുക 5 മിനിറ്റ്, അതും കുറച്ച് വെള്ളവും കൂടെ. അതിപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെള്ളം ആഡ് ചെയ്യാം. ഇപ്പോൾ കൂടുതൽ തിക്കായിട്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് ലൂസ് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കുക. പിന്നെ ഒന്ന് ചെറുതായിട്ട് ആറാൻ വെക്കുക. ഒത്തിരി ആറിയ ഇത് അരിച്ചെടുക്കാൻ പാടാം. അപ്പോൾ ആറിയിട്ട് ഒരു കുറച്ച് നേരം വെച്ച് 5 മിനിറ്റൊക്കെ മതി, കുറച്ച് വെച്ചിട്ട് വേഗത്തിൽ അരിച്ചെടുക്കുക. അരിച്ചെടുത്തിട്ട് ഞാൻ പറഞ്ഞില്ല, പിന്നെ അതൊരു പാത്രം വെച്ചിട്ട് ഈ പൊടിയെല്ലാം ആഡ് ചെയ്യുക. ഷുഗർ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ജാഗരി ശർക്കര ആഡ് ചെയ്യാൻ നിങ്ങൾക്ക്. പിന്നെ ഉപ്പ്, പിന്നെ ഈ ചാട്ട് മസാലയും കുമിൻ പൗഡർ, ചില്ലി പൗഡറും ജിഞ്ചർ പൗഡറും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യാം. അത് ഇപ്പം ഞാൻ ആഡ് ചെയ്ത പോലെ വേണമെന്നില്ല. ഞാൻ പിന്നെ കുറച്ചുകൂടി ഷുഗർ ഇട്ടായിരുന്നു. നിങ്ങൾക്കിപ്പം കൂടുതൽ ചില്ലി പൗഡറോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. നമുക്കിതുപോലെ തിക്കാവുകയാണെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യവും ചെയ്യുമ്പോൾ 3 മിനിറ്റൊക്കെ പൊടിയും ഷുഗറും സാൾട്ടും എല്ലാം കൂടെ, ഷുഗറൊക്കെ അതിനകത്തൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം വേണം. അതൊരു 3 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അപ്പോഴും ഇപ്പോൾ തിക്കായിട്ടിരിക്കാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യാം. നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. പിന്നെ നമ്മളിപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ സമോസയും പാനിപ്പൂരി, ബേൽപൂരി അങ്ങനെ, അല്ലെങ്കിൽ ഈ പൊട്ടറ്റോ, ചന ദാൽ സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പുറത്തൊക്കെ വെച്ചിട്ട് നമുക്ക് കഴിക്കാം.